ചുറ്റുമിരുന്ന ആളുകൾ നിലവിളിച്ച് കരയുമ്പോഴും കരയാൻ പോലും പറ്റാത്ത നിസ്സഹായരായിരിക്കുന്ന മനുഷ്യന്മാരെയും കാണുകയാണ്. വല്ലാത്ത ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. കെ ബി ശ്രീധരനുണ്ട്. ശ്രീധരൻ, ഇങ്ങനെയുള്ള ഇവർക്കൊക്കെ ഈ നഷ്ടമായിട്ടുള്ള ആളുകളുടെ പേര് വിവരങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ പുറത്തുവിട്ട് തുടങ്ങിയിട്ടുണ്ടോ? ഇനി ആ തരത്തിൽ അപകടത്തിൽ പരിക്കേറ്റ ആളുകൾ, മരിച്ച ആളുകളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ എപ്പോഴായിരിക്കും പുറത്തുവിടുക? എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? മന്ത്രിമാരവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി കാര്യം നിലവിൽ സർക്കാർ തലത്തിൽ അതിനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആളുകളെ തിരിച്ചറിയാനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഇതിനുവേണ്ടിയാണ് കൂടുതൽ ഈ ഉദ്യോഗസ്ഥരെ അവിടേക്ക് എത്തിക്കുന്നത്. ഏതായാലും പ്രാഥമികമായി സർക്കാരിൻ്റെ ഒരു കാര്യമെന്നുള്ളത് പരിക്കേറ്റവർക്ക് പരമാവധി ചികിത്സ നൽകുക എന്നുള്ളതാണ്. അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ മന്ത്രിമാർ നേരിട്ടും ജില്ലാ കളക്ടർമാരെത്തിയും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഏതായാലും വൈകാതെ തന്നെ ഈ മരിച്ച ആളുകളുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ സർക്കാർ പുറത്തുവിടുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോഴും ഈ ബന്ധുക്കളെയൊന്നും അങ്ങനെയധികം ആശുപത്രിക്കുള്ളിലേക്ക് കടത്തിവിട്ടിട്ടില്ല. അതിന് പ്രധാന കാരണം ഈ ചികിത്സയ്ക്ക് മറ്റൊരു തടസ്സം ഉണ്ടാവരുത്, ആളുകൾ അവിടെ കൂട്ടം കൂടി വന്ന് വീണ്ടും അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടാകരുത് എന്ന നിർബന്ധം വെച്ചുകൊണ്ട് തന്നെയാണ് ആളുകളെ അങ്ങോട്ട് കടത്തിവിടാത്തത്. എന്നാൽ ഈ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ഉയരുന്ന ചോദ്യം എന്നുള്ളത് വിജയുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇതിന് മുൻ ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം മുൻ മാതൃകകൾ ഒരുപാടുണ്ട്. ഈ അല്ലു അർജുനെ പുഷ്പ 2മായി ബന്ധപ്പെട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്ലു അർജുനെതിരെ കേസെടുക്കുകയും പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയൊക്കെ തെലങ്കാന പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത്തരത്തിലൊരു നടപടി തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനം വിജയുടെ വീടിന് അടുത്ത് തമിഴ്നാട് പോലീസ് സംഘമുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വിജയ് ചെന്നൈ വിമാനത്താവളത്തിൽ നേരെ പന്നിയൂരിലുള്ള വീട്ടിലേക്കാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വിജയ് ഇപ്പോൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയ്ക്കെതിരെ കേസെടുക്കും എന്നുള്ള കാര്യത്തിൽ ഏതായാലും ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തീർച്ചയായിട്ടും വിജയ്ക്ക് ഒളിച്ചോടാൻ സാധിക്കുകയുമില്ല. ഈ സമീപകാലത്ത് 3 ദുരന്തങ്ങൾ, ഈ വീരാരാധന അല്ലെങ്കിൽ താരാരാധന മൂലം 3 ദുരന്തങ്ങളാണ് സൗത്ത് ഇന്ത്യയിൽ മാത്രം ഉണ്ടായത്. ആദ്യം പുഷ്പ 2മായി ബന്ധപ്പെട്ടുണ്ടായി, പിന്നീട് ബംഗളൂരുവിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായി. ഇപ്പോൾ അതിൻ്റെ പിറകെ വിജയെ കാണാൻ ആളുകൾ തടിച്ചുകൂടി. കരൂരിൽ 38 പേരുടെ ഈ 3 എണ്ണം എടുത്താൽ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റത് ഈ കരൂർ ദുരന്തത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് വിജയ്ക്ക് ഒളിച്ചോടാൻ സാധിക്കില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വിജയെ അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു പക്ഷേ വിജയ്ക്ക് ഒരു രക്തസാക്ഷി പരിവേഷം നൽകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയിലുണ്ട്. അതൊരു രാഷ്ട്രീയ തീരുമാനമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമാവട്ടെ എന്തുമാവട്ടെ ഈ കാര്യത്തിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിജയ്ക്ക് ഒളിച്ചോടാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒഴുക്കൻ മട്ടിലുള്ള ഒരു അനുശോചന സന്ദേശം മാത്രമാണ് ഉണ്ടായത്. ഈ പരിപാടി കഴിഞ്ഞ് ഈ അപകടമുണ്ടായ സമയത്ത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചിരുന്നു, മിണ്ടിയില്ല. ട്രിച്ചി വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹത്തോട് പ്രതികരണം ചോദിച്ചു, അദ്ദേഹം ഒരു നടുക്കം രേഖപ്പെടുത്തുകയോ അനുശോചനം രേഖപ്പെടുത്തുകയോ ചെയ്തില്ല. ചെന്നൈയിൽ എത്തിയപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് സമാന പ്രതികരണമാണ് ഉണ്ടായത്. മൗനമായിരുന്നു വിജയുടെ ഭാഗത്തു നിന്ന്. അതിനുശേഷം 2 വരി എക്സിൽ കുറിച്ചിടുകയാണ് ഉണ്ടായത്. അങ്ങനെയായിരുന്നു ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ഉയരുന്നതാണ്. അതായത് പറയുന്നത് തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെയും, അതായത് ആ സ്ഥലത്ത് അവിടെ ഇല്ലാത്ത, അതുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റാളുകൾ ഒക്കെ എങ്ങനെയാണോ എക്സിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് വിജയ് ഇട്ടതെന്നുള്ളതാണ്. അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ അതിലൊരു മാപ്പ് ചോദിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിലൊരു പ്രതികരണത്തിനൊന്നും അദ്ദേഹം മുതിർന്നിട്ടില്ല. അത്രത്തോളം ആത്മാർത്ഥത വിജയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. അതായത് വിജയ് കുറിച്ചിട്ടതില്ല. അതായത് അവിടെ സ്ഥലത്തില്ലാതിരുന്ന, ഇതുമായിട്ട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതിരുന്ന ആളുകൾ ഇട്ട ആ ഒരു വരികൾ ഉള്ള ആത്മാർത്ഥത പോലും വിജയുടെ വരികളിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്കത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അവിടെ ഒരുപക്ഷെ വിജയ് അവിടെ തുടർന്നുവെങ്കിൽ ഒരു വലിയ ആൾക്കൂട്ടം വീണ്ടും അവിടെ ഉണ്ടാകാനും ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വിജയ് അവിടെ നിന്ന് മാറി എന്നുള്ളത് ഒരുപക്ഷെ നല്ല കാര്യമായിരിക്കാം. പക്ഷേ ഇങ്ങനെയായിരുന്നു വിജയ് പോകേണ്ടത്. ഇതൊരു ഭീരുവിനെ പോലെ ഒളിച്ചോടുകയാണ് അദ്ദേഹം ചെയ്തത്. അതായത് അദ്ദേഹത്തിന് വേണ്ടി വന്ന ആളുകൾ, അദ്ദേഹത്തിന് ജയ് വിളിക്കാൻ വന്ന ആളുകൾ, അദ്ദേഹത്തെ കാണാനും കേൾക്കാനും വന്ന സാധാരണക്കാരായ ജനങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ
ഇത്രയധികം ജീവനുകൾ 38 ജീവനുകൾ അവിടെ പൊലിഞ്ഞപ്പോൾ അദ്ദേഹം മൗനം തുടർന്നത് എന്ത് എന്നുള്ളത് ഏതായാലും ഈ വിജയുടെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആളുകളുടെ ഒരു പ്രതികരണം തന്നെ നമ്മൾ കണ്ടു. ഇങ്ങനെയാണോ വിജയ്, ഇങ്ങനെയായിരുന്നു വിജയ് പെരുമാറേണ്ടിയിരുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ആ വീടുകളിലെ അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽപ്പെട്ട് മരിച്ച ആളുകളുടെ ബന്ധുക്കളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്. ആ ചോദ്യങ്ങളിൽ നിന്ന് ഏതായാലും വിജയ്ക്ക് മാറാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ വിഷയത്തിൽ ഇനി അറിയാനുള്ളത് ഉത്തരവാദിത്വം വിജയ് എന്ന് ഏറ്റെടുക്കുമോ, വിജയ്ക്കെതിരെ ഇടപെടുകയാണ്. കരൂരിലെ എം പിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവർ ആശുപത്രിയിലേക്ക് പുറപ്പെടാൻ വേണ്ടി അവിടെ നിന്ന് ഓടി വരുന്ന ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി ഓടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ഈ ജനപ്രതിനിധികൾക്കോ ഈ മനുഷ്യന്മാർക്കോ, അതായത് കരൂരിലെ എം പിക്ക് അവിടെ സംഭവിച്ച അവരുടെ വോട്ടർമാർക്ക് അല്ലെങ്കിൽ അവരുടെ ജനങ്ങൾക്ക് ജീവൻ നഷ്ടമായപ്പോൾ അവർക്കുള്ള ആത്മാർത്ഥത പോലും വിജയെ കാണാൻ എത്തിയിട്ടുള്ള ആളുകളോട് വിജയ്ക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ മറ്റു ജനപ്രതിനിധികളൊക്കെയും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഉദയനിധി അദ്ദേഹത്തിന്റെ വിദേശ പര്യടനം നിർത്തലാക്കി ഉപമുഖ്യമന്ത്രി തിരിച്ചു വരുന്നുണ്ട്. സ്റ്റാലിൻ നാളെ രാവിലെ എത്തും. ഒപ്പം തന്നെ മറ്റ് പരിപാടികളൊക്കെയും അവസാനിപ്പിച്ച് ജനപ്രതിനിധികൾ ഒക്കെ തന്നെയും അങ്ങോട്ടേക്ക് നേതാക്കളൊക്കെ തന്നെയും ആശുപത്രിയിലേക്ക് എത്തുകയാണ്, കരൂരിലേക്ക് എത്തുകയാണ്. അതിനിടയിലാണ് കരൂരിൽ നിന്ന് മാറി ചെന്നൈയിലേക്ക് വിജയ് എത്തിച്ചേർന്നത്. അദ്ദേഹം ചെന്നൈയിലേക്ക് ഒരിടത്തേക്ക് മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ സേഫാക്കി ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും ദാരുണമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ വിജയ് വീണ്ടും വിമർശനത്തിന് വിധേയമാവുകയും ചെയ്യുന്നു അവിടെയാണ്.